എൻ്റെ കയ്യിൽ തോക്കുണ്ട്. ഇതെങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കായാലോ? എൻ്റെ കയ്യിൽ തോക്കുണ്ട്. ഐ ഹാവ് എ ഗൺ. എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. സോ ഐ ഹാവ് എ ഗൺ. ഇപ്പൊ എൻ്റെ കയ്യിൽ തോക്കില്ല, പക്ഷെ എൻ്റെ കയ്യിൽ തോക്ക് ഉണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ പറയും? ഐ ഹാഡ് എ ഗൺ. ഐ ഹാവ് എ ഗൺ. ഐ ഹാഡ് എ ഗൺ. എനിക്കൊരു തോക്കുണ്ട്, എനിക്കൊരു തോക്കുണ്ടായിരുന്നു. ഇതേപോലെ ഐ ഹാവ് എ ബോക്സ്. ഐ ഹാഡ് എ ബോക്സ്. ഐ ഹാവ് എ പെൻ. ഐ ഹാഡ് എ പെൻ. ഇപ്പൊ ഐ അല്ല, വേറൊരാളാണ്. അയാളുടെ കയ്യിലാണ് ഈ തോക്കുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അയാളുടെ കയ്യിലൊരു തോക്കുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് എ ഗൺ. എന്താണ്? ഹി ഹാസ് എ ഗൺ. അയാളുടെ കയ്യിൽ ഇപ്പൊ തോക്കില്ല, എന്നാ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ഹി ഹാഡ് എ ഗൺ. അല്ലേ? സോ ഹി ഹാസ് എ ഗൺ. ഹി ഹാഡ് എ ഗൺ. അപ്പൊ ഒന്നുകൂടി നമുക്ക് കുറച്ച് സെൻസ് പറഞ്ഞു നോക്കിയാലോ? ഐ ഹാവ് എ പെൻ. ഹി ഹാസ് എ പെൻ. ഐ ഹാഡ് എ പെൻ. ഹി ഹാഡ് എ പെൻ. ഐ ഹാവ് എ ബോക്സ്. ഹി ഹാസ് എ ബോക്സ്. ഐ ഹാഡ് എ ബോക്സ്. ഹി ഹാഡ് എ ബോക്സ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് ധൈര്യമായിട്ട് ആരെ ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹാവും ഹാസും ഉപയോഗിക്കാം. ഒരാള്, അതായത് എളുപ്പ വഴി പറഞ്ഞു തരട്ടെ അത് ഓർക്കാനായിട്ട്. അയ്യോ ദേവി എസ് വേണ്ടേ എന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതായത് ഐ, യു, ദേ, വി ഇത്രയും ആൾക്കാരുടെ കൂടെ എസ് ഉപയോഗിക്കാൻ പാടില്ല. സോ ഹാസോ, ഡസോ, ഈസോ, വാസോ ഒന്നും ഇവരോട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ ബോക്സ്. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ യെല്ലോ ഡ്രസ്. ഇതൊക്കെ പേടിച്ചാലേ ഈ ഹാവും ഹാസും ഹാഡും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്നത്. അപ്പൊ ഒരു പേടി വേണ്ട. ഇതുപോലെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് രസകരമായിട്ട് നമുക്ക് പഠിക്കാം. CC ഇംഗ്ലീഷ് ഹബിനോടൊപ്പം വെറും 30 ദിവസത്തിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അത് ഞങ്ങളുടെ ഉറപ്പാണ്.